ഇത് സെപ്പറേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത്ര സ്പേസ് കിട്ടും. ഇതൊന്ന് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് അല്ലെങ്കിൽ ഇതിങ്ങനെ ഒത്തിരി ഇപ്പുറത്തേക്ക് വരുമല്ലോ, അപ്പോൾ ഈ ഒരു ചെറിയ ഇത് കാണത്തില്ല ഇവിടെ വെക്കുന്ന. മനസ്സിലായോ? നമ്മൾ ഈ ഒരു CNC കട്ടിങ് മനസ്സിലായി. ഈ അതിന്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ബോക്സുകളില്ലേ, അത് ഒത്തിരി വലുതാണോ? ഈ പോർഷനോ? അല്ല. അതിൽ ഓരോന്നും ഒരുപാട് വലുതാണോ? ഒരുപാടൊന്നും വലുതില്ല, തീരെ ചെറുത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഒരു മിനിറ്റ് മെഷർ ചെയ്ത് കാണിച്ചു. ഒക്കെ മാക്സിമം വരുള്ളൂ. നമ്മൾ ഇത്ര ഉണ്ടാവുള്ളൂ. അതിലും കുഞ്ഞായി കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ചെറുതായിട്ട് അങ്ങ് ഭയങ്കര ഇതായിട്ടിരിക്കും. ഇപ്പൊ എല്ലാരും ഇങ്ങനെയാ ചെയ്യാറ്. പിന്നെ ഇവിടെ ബീം വരുന്ന ഭാഗത്ത് ഇങ്ങനെ ചെയ്താൽ മതിയോ? എന്റെ നടുക്ക് ലൈറ്റ്സ് ആയിട്ട് ഇങ്ങനെയാണോ വന്നേക്കുന്ന സ്ട്രക്ചറിൽ അവിടെ സൈറ്റില്? ഇങ്ങനെ രണ്ട് ഇത് അതിലും നല്ലത് മറ്റുള്ളത് പ്ലെയിൻ കൊടുക്കണതല്ലേ? ഇത് ഫുള്ള് ബോക്സ് ടൈപ്പ് പോലെ കൊടുക്കണം, ഇങ്ങനെ കവർ ചെയ്യണോ? അല്ല, ഇത്രയും തിക്നെസ്സിലല്ലല്ലോ നമ്മള് സീലിംഗ് പോലെയല്ലേ ചെയ്യണേ. ഇത്രയും തിക്നെസ് വരുമോ? 20 സെന്റിമീറ്റർ ഉണ്ടല്ലോ. 40/20 ആണ് കൊടുത്തേക്കുന്നത്. 20 സെന്റിമീറ്റർ ഡെപ്ത് ഉള്ളത്. ഈ ഒരു സ്പേസ് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ വേണം? ഇത് ബോക്സ് പോലെ കൊടുക്കുന്നോ അല്ലെങ്കിൽ ഇവിടെ ലൈറ്റ്സിങ് കൊടുക്കണോ? അതിപ്പം ലൈറ്റ്സ് ഇപ്പൊ ഉള്ളതിൽ തന്നെ ലൈറ്റ്സ് ഇട്ടാ മതി. പിന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ അന്നേരം ചെയ്യും. ഇവിടെ കൊടുക്കുന്നോ? വേണ്ട, സെന്ററിൽ കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ കളർ നമ്മൾ ഇത്രയും ഭാഗം മതി എന്ന് പറഞ്ഞിരുന്നില്ലേ, ഇവിടെ വേണ്ട. ഈ പോർഷനിൽ ആക്ച്വലി ബീം വരുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല എവിടെ ആയിട്ടാണെന്ന് ഇതിൽ നോക്കിയിട്ട്. അത് കാണിക്കണോ? ഇവിടെ സീലിംഗ് വേറെ ഒന്നും ചെയ്യണില്ലല്ലോ. ഇല്ല. അപ്പൊ ഇതില് ഇന്റീരിയറിൽ അത് കാണിക്കണോ? ഇല്ല, കാണിക്കണ്ട. ഇതിപ്പോ ഇങ്ങനെ മതി. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ലിവിങ് അതുപോലുള്ള പോർഷൻസിലൊക്കെയാണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. അവിടെ വേണമെങ്കിലേ സീലിംഗിൽ കുറച്ച് എന്തെങ്കിലും ലൈറ്റ്സ് കൊടുക്കണമായിട്ട് കാണിച്ചാൽ മതി. സീലിംഗ് ലൈറ്റ്സ് ആയിട്ടുള്ളതല്ല, അത് മതിയല്ലേ? അത് മതി. പിന്നെ ഇത് കണ്ടോ, ആ ടേബിൾ ഒന്ന് കാണിക്കാവോ? അവിടെ ഇട്ടേക്കണത് ബാർ കൗണ്ടറിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ അല്ലല്ല, വാഷ് ഏരിയയുടെ അവിടെ. ഇതല്ലേ? ഇത് ഇങ്ങനെ ടേബിൾ വന്നേക്കണുണ്ടോ? ഞാൻ പറഞ്ഞിട്ടിട്ടാണ്, പക്ഷെ മറ്റേത് ഫോൾഡ് ചെയ്ത് വെക്കണമല്ല നമ്മൾ ആദ്യം പറഞ്ഞത്. അത് ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറയണ. സ്പേസ് കൺജഷൻ വരില്ല എന്ന് പറയണ. എന്താ ചെയ്യണ്ട? അത് ഫോൾഡബിൾ ആക്കാൻ പറ്റുമോ? ഫോൾഡബിൾ ആക്കാൻ നമുക്ക് ഇങ്ങനെ വെച്ച് കാണിക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. ഇത് അതായത് ഈ സൈഡിട്ടുള്ള കണക്ഷൻ വേണ്ട. അപ്പൊ നമുക്ക് ഇവിടെ അധികം തിക്നെസ് ഉണ്ടാവില്ലല്ലോ, ജസ്റ്റ് ഒരു ചെറിയൊരു ഈ പോർഷൻ മാത്രമായിട്ടുള്ളത്. അപ്പൊ ഞാൻ കാണിക്കുമ്പോ ഇവിടെ വെറുതെ ഇങ്ങനെ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒരു സ്ലാബ് നിൽക്കുന്ന പോലെ. ഈ വാഷ് ഏരിയയുടെ ഇതില്ലേ, വോളില്ലേ, അത് ഞാൻ കഴിഞ്ഞ ദിവസം അയച്ചെന്ന പോലെ മറ്റേ എന്താണ്,
ഒരു തരം ടൈൽസ് അല്ലേ അത്? അത് വാൾപേപ്പറും ചെയ്യാറുണ്ട്, ടൈൽസ് ആയിട്ട് അങ്ങനെ വരാറില്ല. അത് വാൾപേപ്പേഴ്സ് ആണ് കൂടുതലും വരിക. അല്ല, ഇപ്പൊ അങ്ങനത്തെ ടൈൽസ് ഇറങ്ങുന്നുണ്ട്, ഈ കൊറേ ഫ്ലോറൽ സംഭവങ്ങളൊക്കെ ആയിട്ട്. അതിനെന്തൊരു പേരും ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പൊ അതൊന്ന് എന്തേലും ഞാനപ്പോ ഇതില് ഫ്ലോറൽ പാറ്റേൺസ് എന്തെങ്കിലും അങ്ങനെ മെൻഷൻ ചെയ്ത് കാണിക്കാം. ഈ പോർഷൻ മാത്രം മതിയില്ലേ? അത് മാത്രം. പിന്നെ ഇവിടെ എന്തോ സ്ലാബ് കൊടുക്കുന്ന കാര്യം, ഇത് ഫുൾ അപ്പൊ കൺജഷൻ വരത്തില്ലേ? ഇന്നലെ സ്ലാബ് എന്നല്ല പറഞ്ഞത്, മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ മുകളില് ജസ്റ്റ് ഒരു സ്റ്റാൻഡ് പോലെ. ഇതേപോലത്തെ സംഭവമാണ് ഇവിടെ അങ്ങനെ? അല്ല 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 അല്ല, നമ്മൾ ഈ കിച്ചന്റെ ഒക്കെ മുകളില് എന്തേലുമൊക്കെ ബോട്ടിൽസ് ഒക്കെ അടുക്കി വെക്കാനായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ പീസ് വെക്കാനായിട്ട് ചെറിയൊരു പ്രൊജക്ഷൻ കൊടുക്കൂലേ, അതാ ഉദ്ദേശിച്ചേക്കണേന്ന്. അത് വല്ല റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? എത്ര വിട്ടിലാ കൊടുക്കണ്ടെന്നുള്ളത് എനിക്ക് അയ്യോ, അതൊന്നും എനിക്കറിയില്ല. അല്ല, എങ്ങനെയുള്ള ടൈപ്പ് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ്? സാധാരണ നമ്മള് റാക്സിനൊക്കെ കൊടുക്കുമ്പോൾ 35, 40 ഒക്കെ വലിയ ഇതുപോലത്തെ വലുതിനൊക്കെ കൊടുക്കും. ചെറുതിനൊക്കെ ആണെങ്കിൽ 20, ഇപ്പം ചുമ്മാ നമ്മൾ മസാല പോലത്തെ സാധനങ്ങളൊക്കെ താഴേക്ക് വെക്കുവാണെങ്കിൽ അതിനൊരു 15 ഒക്കെ കൊടുക്കും. ആ ഒരു മെഷർമെന്റ് മതിയാവും. അങ്ങനെയാണല്ലോ. ഈ ജനലിന്റെ മുകളിൽ മാത്രമാണോ അല്ലെങ്കിൽ താഴെയാണോ? എവിടെയായിരുന്നു? മുകളില്. കാരണം ജനൽ ഇത്രയും ഹൈറ്റിലല്ലാന്നാണ് എൻ്റെ ഒരു തോന്നല്, താഴെയായിട്ട്. അപ്പൊ കുറച്ച് ആ വിൻഡോ അത്രയും പൊങ്ങിയല്ല ഇരിക്കണത്. അപ്പൊ ഇതൊന്ന് ബീമിന്റെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബീമും കൂടെ വരുന്നുണ്ടെന്ന് പ്ലാനിലുണ്ടായിരുന്നു, ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരെണ്ണം. ഉണ്ട്. അതെന്തെങ്കിലും ചെയ്യണോ? ഇതുപോലെ വേണോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇട്ടാ മതിയോ? നമുക്കിപ്പോ ഡെക്കോർ മീൻസ് കാണുമ്പോ ഈ രണ്ടെണ്ണേ കാണത്തുള്ളൂ. പിന്നെ ഇത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് അവിടെ എന്തെങ്കിലും ഹൈലൈറ്റ്സ് കൊടുക്കണോ? അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഗ്രില്ല് എവിടെ, അതൊന്ന് കാണിക്കോ? ആ ഗ്യാപ്പ് അതെ, ഇങ്ങനെ ഇതിന്റെ തന്നെ ഹാൻഡ് റെയിലിങ് കണക്ട് ചെയ്ത് വോളിലോട്ട് കണക്ട് ചെയ്യണ പോലെ. ഡൈനിങ് എങ്ങനത്തെ? അതിലാ സീറ്റിംഗ് മാറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, സീറ്റിംഗ് ഇവിടെ അല്ല, സീറ്റിംഗ് ഈ സീറ്റിംഗ് എനിക്ക് തോന്നണേ ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഇതല്ലെങ്കിൽ ഡൈനിങ് അവിടെ അടുപ്പിച്ചിട്ട് അവിടെ രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെയല്ല, ജിനാസ് ഉദ്ദേശിച്ച് എനിക്ക് ഇങ്ങനെ ഹൈറ്റിൽ വന്നിട്ട് താഴെ കുറെ പ്ലാന്റ്സ് വെക്കുന്ന പരിപാടിയാ. സ്റ്റെയറിന്ന് കണക്ട് ചെയ്തിട്ട്. ഓക്കെ ആണ് കേട്ടാ. ഇങ്ങനെ മതിയോ? ആ സീറ്റിംഗ് ഇങ്ങനെയല്ല പുള്ളി ഉദ്ദേശിച്ചേക്കണത് എന്തായാലും. സ്റ്റെയറിന്ന് ഉള്ള കണക്ഷൻ പോലെ ഫീൽ ചെയ്യണം. ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകുന്നതാണല്ലേ? അതായത് തേർഡ് സ്റ്റെപ്പിൽ നിന്നുള്ള സ്റ്റെയറിന്റെ കണക്ഷൻ. അപ്പൊ അതിങ്ങനെ ഹൈറ്റിൽ വന്നിങ്ങനെ പ്ലാറ്റ്ഫോം പോലെ നിൽക്കും. അപ്പൊ താഴെ സ്പേസ് അല്ലേ, ഇതിപ്പോ താഴെ വുഡൻ കളർ കാണിച്ചിട്ടില്ലേ, അതുണ്ടാവില്ല. എന്നിട്ട് ആ താഴത്തെ ഭാഗം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഹൈറ്റിലായിരിക്കും നമുക്ക് സീറ്റിംഗ് ഉണ്ടാവുന്നേ അല്ലേ? അപ്പൊ ഇങ്ങനെ സീറ്റിംഗ് വന്നിട്ട് ഇതിന്റെ താഴെ അപ്പൊ ഇത് എങ്ങനെയാണ് ഉദ്ദേശിച്ചെന്നാവോ? കാരണം ഇത് ഇത്രയും ഹൈറ്റിൽ അങ്ങ് ഇവിടെ സപ്പോർട്ടാക്കി ഇവിടെ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? എങ്ങനെയാണോ
അതെ ആളോട് ഒരു എനിക്കൊന്ന് വരച്ചു തരാനൊന്ന് പറയാൻ പറ്റുമോ? ഒരു മീറ്റിംഗ് കൂടെ വെക്കുമ്പോഴേ ഞാൻ ജിനാസിനെ കൂടെ കണക്ട് ചെയ്യാം അതിനകത്ത്. അപ്പം കറക്റ്റ് ആയിട്ട് പറയും. പുള്ളി അല്ലെങ്കിൽ ഇത്തിരി ജസ്റ്റ് ഒന്ന് ബിസിയാണ്. സ്കെച്ച് ചെയ്ത് തന്നാ മതിയാലും മതി. സ്കെച്ച് ചെയ്ത് തരാൻ അതാവുമ്പോഴത്തെ പറയാം. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയല്ലോ, അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. അതിലേ ഈ എന്തെന്നാ സ്റ്റെയറിന്റെ താഴെ ഭാഗം ചെറിയ സ്പേസേ ഉള്ളൂ, പക്ഷെ അവിടെ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടോ? അവിടെ ആകെ 130 വരുന്നുള്ളൂ ഈ ഒരു ഹൈറ്റിലേ. ആ 134 ആണ് വരുന്നത് ഈ ഒരു പോർഷൻ, ഈ നമ്മൾ ഇവിടുത്തെ ലാൻഡിങ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 1.5 മീറ്റർ പോലും ഇല്ല. അപ്പൊ നമുക്ക് സംഭവം ഇൻവേർട്ടർ ഒക്കെ വെക്കണമെങ്കിൽ ഈ ഒരു പോർഷനിൽ വെക്കാന്നല്ലാണ്ട് അത് വേറെ ഒന്നും വേറെ ചെയ്യാൻ ഒന്നും പറ്റില്ല അല്ലേ? ഇല്ല. നമുക്കൊന്ന് കുനിഞ്ഞു നിൽക്കാൻ പോലുള്ള ഒരു സ്പേസ് അവിടെ ഇച്ചിരി കുറവാ. ആ ബുദ്ധ ഇരിക്കണതൊന്ന് കാണിക്കാവോ? ആ ഫാൻ ഇവിടെയും പിന്നെ വേറെ എവിടെയാണ് പറഞ്ഞത്? ഒരെണ്ണം ഞാൻ ഇവിടെ വെച്ചേ, പിന്നെ എനിക്ക് ഇവിടെ വെക്കണം എന്നുള്ള. ഫാനിന്റെ പൊസിഷൻ എനിക്ക് തോന്നണ അതിന്റെ ആ മിഡ് ലൈനിൽ വെച്ചൂടെ, കുറച്ചുകൂടെ ഹൈറ്റില്. ആണോ? പിന്നെ അന്ന് എന്തോ പുള്ളി ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഒരെണ്ണം ഇവിടെയും പിന്നെ വേറൊന്നും ഇവിടെ എന്തോ വെക്കുന്ന രണ്ട് ഫാനിന്റെ കാര്യം എന്തോ പറഞ്ഞു. ഇപ്പം അതെ, എനിക്ക് അന്ന് ക്ലിയർ ആയില്ല, ഞാൻ അന്ന് പുറത്തായത് കാരണം എനിക്ക് മനസ്സിലായില്ല. അതെ അല്ലേ? കൂടെ വലുതാക്കണം. അത് അവരുടെ കയ്യിൽ അതേ ഉള്ളൂ. അങ്ങനെയല്ല അല്ലേ, ബുദ്ധയുടെ വേറെ എന്തെങ്കിലും സ്റ്റാച്യൂസ് എന്തെങ്കിലും ഉണ്ടാവോ? ബുദ്ധയുടെ എല്ലാം ഉള്ളത് ഫുള്ളായിട്ടുള്ളതാ. അത് ഞാൻ വേറെ ഇതിലൊക്കെ നോക്കിയായിരുന്നു, വേറെ സോഫ്റ്റ്വെയറിലും ഓരോന്നിലും, അപ്പൊ എല്ലാത്തിലും ഇങ്ങനെ ഒരു പോർഷനാ. പിന്നെ ഉള്ളത് പിക്ചർ ആയിട്ടുള്ളതേ ഉള്ളൂ, ഫ്രെയിം ഇല്ലേ, പിക്ചർ ഫ്രെയിം അങ്ങനത്തെ. ഈ ചില മോഡൽസ് ഒക്കെ കുറവായിരിക്കും. ഈ ബുദ്ധേനെ തന്നെ ഇച്ചിരി വലുതാക്കി വെക്കാൻ പറ്റൂലേ? എത്ര ഇതിൽ വേണം? ഞാനതൊന്ന് മെഷർ ചെയ്യാം.